മോഡേൺ മെഡിക്കൽ സയൻസ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ഈ പ്ലാസിബോ ഇഫക്റ്റ്? പുതിയ മരുന്ന് പരീക്ഷിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഈ പ്ലാസിബോ സ്റ്റഡി നടത്താറുണ്ട്. തലവേദനയുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് അവരെ രണ്ടായി തിരിക്കും. എന്നിട്ട് പരീക്ഷിക്കാൻ പോകുന്ന മരുന്ന് അതൊരു പ്രത്യേക രീതിയിലാണ് രണ്ട് ഗ്രൂപ്പിനും കൊടുക്കുക. ഒരു ഗ്രൂപ്പിന് പുതിയ മരുന്നിന്റെ കവറ്, പേര്, നിറം, പക്ഷെ സാധനം അരിപ്പൊടിയായിരിക്കും. ഇത് മരുന്നാണ് എന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു ഗ്രൂപ്പിന് മരുന്നല്ലാത്ത മരുന്നും മറ്റേ ഗ്രൂപ്പിന് പുതിയ മരുന്നും മരുന്നായ മരുന്നും കൊടുക്കും. അപ്പൊ രണ്ട് ഗ്രൂപ്പിന്റെ വിചാരം തലവേദനയ്ക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ട്, മാറിക്കോളും. കാരണം അമ്മയുടെ തലവേദന വന്നപ്പോൾ അമ്മ മരുന്ന് കഴിച്ചപ്പോൾ മാറിയിട്ടുണ്ട്, ചേച്ചിക്ക് തലവേദന വന്നപ്പോൾ കഴിച്ചിട്ട് മാറിയിട്ടുണ്ട്. മരുന്ന് കഴിച്ച തലവേദന മാറുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പും മരുന്ന് കഴിച്ചെന്നുള്ള വിശ്വാസത്തിലാണ്. എന്നിട്ട് ഇവര് കുറിക്കും. ഒരു ഗ്രൂപ്പിൽ തലവേദന മാറിയ ആളുകൾ 5 മിനിറ്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ തലവേദന മാറി, ചിലർ പറയും 10 മിനിറ്റ് ആകുമ്പോൾ തലവേദന മാറി, 15 മിനിറ്റ് കൊണ്ട് തലവേദന മാറി. ഞാൻ എപ്പോഴും ഈ സ്ത്രീകൾ ഇരിക്കുന്ന മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ച് ചോദിക്കും, ഒരു പാരാസെറ്റമോൾ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ എത്ര സമയം കൊണ്ടാണ് നിങ്ങളുടെ തലവേദന മാറുക? അതൊരു 10-15 മിനിറ്റ് കൊണ്ട് മാറും. നിങ്ങൾ കഴിക്കുന്ന പാരാസെറ്റമോൾ നിങ്ങളുടെ വയറ്റിൽ ദഹിച്ച് രക്തത്തിൽ ചെന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തളർത്താൻ 40 മിനിറ്റ് എടുക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് അതിനു മുമ്പ് നിങ്ങളുടെ തലവേദന മാറുന്നത്? അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പും 5 മിനിറ്റ് തുടങ്ങി ഓരോരുത്തര് ഓരോ പെർസെന്റേജ് ആളുകള് തലവേദന മാറി, തലവേദന മാറി, എന്റെ മാറി സർ, ഇതെല്ലാം നോട്ട് ചെയ്യും. 40 മിനിറ്റുകൾക്ക് മുമ്പ് തലവേദന മാറി എന്ന് പറയുന്ന എല്ലാവരുടെയും തലവേദന വിശ്വാസം കൊണ്ട് മാറിയതും 40 മിനിറ്റിന് ശേഷം മാറിയിരിക്കുന്നത് മരുന്ന് മാറ്റിയതുമാണ്. ഇതാണ് കണക്ക് അവർ നോക്കുന്നത്. ഇനി മരുന്നേ കഴിക്കാത്ത അരിപ്പൊടി ചുട്ടെടുത്ത സാധനം കഴിച്ചവർക്ക് തലവേദന മാറിയത് പ്ലാസിബോ ഇഫക്റ്റ് കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്. ആ പെർസെന്റേജിനേക്കാൾ എത്രത്തോളം കൂടുതൽ പെർസെന്റേജ് മരുന്നായ മരുന്ന് കഴിച്ചവർക്ക് മാറി എന്ന് നോക്കിയിട്ടാണ് ഒരു മരുന്നിന് വല്ല ഫലവുമുണ്ടോ എന്ന് ശാസ്ത്രജ്ഞന്മാർ തീരുമാനിക്കുന്നത്. അപ്പോൾ മരുന്നല്ലാത്ത മരുന്ന് കഴിച്ച പെർസെന്റേജ് തന്നെയാണ് മരുന്ന് കഴിച്ച ആളുകളിലും മാറ്റം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഈ മരുന്നിന് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം.